എന്താടാ നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം? അവള് വന്ന പാടെ നിന്നെ മാറ്റാനുള്ള ശ്രമത്തില്ല. ഇപ്പൊ പറഞ്ഞു തന്നിട്ടായിരിക്കില്ലേ നീ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നത്? അവള് പറഞ്ഞു തന്നിട്ടൊന്നല്ലമ്മേ. എനിക്കറിയാമായിരുന്നു അമ്മ ഇങ്ങനെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ദിവസം ചോദിക്കാണ്ടിരുന്നത്. അമ്മ ഇത്ര ദിവസം ഞാനൊരു മൊബൈൽ ഷോപ്പിൽ പണിക്കാനായിട്ടല്ലേ നിന്നത്. ഇത്രയും കാലം വന്ന ആലോചനകളൊക്കെ വേണ്ട വെച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അവർ വന്ന് കണ്ടിട്ട് ഓക്കെയാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവും. പക്ഷെ വീട്ടിൽ പോയിട്ട് പറയും ഇനിയും ജോലിക്ക് പോകണ്ട, വീട്ടിലെ അവിടുത്തെ പണികളൊക്കെ ചെയ്തിരിക്കണം എന്ന്. എനിക്കെന്തായാലും അത് തീരെ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാം വേണ്ടാന്ന് വെച്ചത്. എന്തായാലും നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. അല്ല, പെണ്ണ് കാണാൻ വന്ന ദിവസം തന്നെ തനിക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ആ, അതെനിക്ക് അന്നേ മനസ്സിലായതാ. എല്ലാവരും പറയുന്നത് വീട്ടിലെ അമ്മനെയും നോക്കി വീട്ടിലെ പണികളൊക്കെ ചെയ്തിരിക്കണം എന്നായിരിക്കും. പക്ഷെ അന്ന് അമ്മ വന്നിട്ടേ പെൺകുട്ടികൾ ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പാടില്ല, അത്രയും കാലം പഠിച്ച് നല്ലൊരു ജോലി ചെയ്യാനാണ്, സ്വന്തം കാലിൽ നിന്ന് നല്ല വരുമാനമൊക്കെ നേടാനാണെന്ന് പറഞ്ഞപ്പോഴേ ഞാനാകെ ഷോക്കായിപ്പോയി. ഇന്നത്തെ കാലത്ത് ഒരമ്മ ഇങ്ങനെ പറയാ പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്മയ്ക്ക് അങ്ങനെ പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. വലിയൊരു വീട്ടിലേക്കാണ് അമ്മയെ കെട്ടിച്ചയച്ചത്. അവിടെ പോയപ്പോൾ പാടം, നെല്ല്, അമ്മായിയമ്മ, അമ്മായച്ചൻ പറഞ്ഞിട്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേദനയൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞാകാം. എന്തായാലും നന്നായി. അല്ല, അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവളിപ്പോൾ എന്ത് ചെയ്യുക? അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. കല്യാണത്തിന് മുമ്പ് ജോലിക്കൊക്കെ പോയ ആളാ. ഇപ്പം ഒന്നിനും സമയമില്ല, ഫുൾ കുഞ്ഞിൻ്റെ ബാക്കിലാണ്. അപ്പം അവനൊന്ന് വലുതായിട്ട് ജോലിക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. ഒന്നും അറിയില്ല. അവിടുത്തെ അമ്മ എങ്ങനെയാ? ഇവിടുത്തെ അമ്മനെ പോലെ ജോലിക്ക് വിടുന്നതിന് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, എന്താ താൻ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കല്യാണത്തിന് ശേഷം അവിടുന്ന് ജോലിക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയതും കുഞ്ഞൊക്കെ ആയിട്ടേ അവർക്ക് എവിടെയും പോകാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെയാണോ അനിയത്തിൻ്റെ കാര്യം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. ഇതങ്ങനെയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഓക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാ. അവർ വിടാതെ പറഞ്ഞതാ, കുഞ്ഞിനൊക്കെ അമ്മയമ്മ നോക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ ഇവള് പോകുന്നില്ല. ഇനിയിപ്പം കല്യാണത്തിന് 3 മാസമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ അവിടെ എവിടെയെങ്കിലും നോക്കുകയാണെങ്കിലേ എനിക്ക് വന്നതും ജോലിക്ക് കയറാമല്ലോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. നമ്മുടെ അടുത്തൊരു മിൽമയല്ലേ, അവിടെ കുറച്ച് വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. പിന്നെ താനൊന്ന് എൻ്റെ മെയിലിലേക്ക് CV അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ പ്രിൻ്റ് എടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്യുന്നത് തോന്നുന്നത്. എനിക്ക് കല്യാണത്തിന് മുൻപ് കിട്ടിയാലും അവിടെ പൊയ്ക്കോട്ടോ, പിന്നെ ഈസി ആയില്ലേ. ആ, എന്നാ താഴേക്ക് പോയാലോ? എന്നാ മോളെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? അമ്മ ചെയ്യില്ലേ? നീ പോയി റെഡി ആവാൻ നോക്ക്. അത് സാരില്ലമ്മ, ഇതൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന തന്നെയല്ലേ. എനിക്ക് സമയത്തൊന്നുമില്ല. രാവിലെ നേരത്തെ എണിച്ച് അടിക്കുകയും തുടയ്ക്കുകയും ചെയ്തു. അതാ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി. എന്നാൽ പിന്നെ ഇത് അലക്കിയിട്ട് ഇവിടെ തന്നെ വെച്ചുവിടായിരുന്നോ? ഞാൻ വന്ന് ഇടില്ലേ. ഇനിയിപ്പം ജോലിക്ക് പോയിട്ട് അവിടത്തെയും കുറേ പണികൾ ചെയ്യാണ്ടാവില്ലേ മോളെ? നീ എന്തിനാ എങ്ങനെ ടയേർഡാവും? കുഴപ്പമില്ലമ്മ, ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ പോയാലും അധികം ഹാർഡ് വർക്കൊന്നും അല്ലല്ലോ, കമ്പ്യൂട്ടറിൽ തന്നെയല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. എന്ത് കുഴപ്പമില്ലാന്ന്, എല്ലാ പണിയും ഒരുമിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ ഞാനും കൂടിയില്ലേ, എനിക്കെന്താ അങ്ങനെ പ്രായമായിട്ട് ഇരിക്കുക? ഇത്രയും കാലം വീട്ടിലെ പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്തത്. ഇപ്പോൾ മോള് വന്നപ്പോൾ എനിക്കൊരു സഹായമായി, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നീ എല്ലാം കൂടി ഇങ്ങനെ കോൺട്രാക്ട് എടുത്ത പോലെ ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. ഞാൻ അമ്മനെ കൊണ്ട് തോറ്റു. എന്നാൽ പിന്നെ ബാക്കി അമ്മ കേട്ടോ, ആ ബക്കറ്റിലുണ്ട്. ഞാൻ പോയിട്ട് ഭക്ഷണം ആക്കട്ടെ. ഭക്ഷണം ആക്കുന്നതിന് മുമ്പേ 4-5 ഇഡ്ഡലി എടുത്ത് കഴിക്കാൻ നോക്ക്. രാവിലെ 5:30 എണിച്ചിട്ട് ഇത്രയും പണികൾ ചെയ്തതല്ലേ. ഒരു ചായ മാത്രമല്ല ഇത്ര നേരിട്ട് കുടിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറയാം, നീ ആകുന്ന പണി മാത്രം ചെയ്താൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പിന്നെ ഓഫീസിൽ പോയി വന്ന പാടെ വൈകിട്ടുള്ള പണികൾ തുടങ്ങണ്ട. ഇവിടെ ഞാനില്ലേ, രാത്രിത്തെ കാര്യമൊക്കെ അമ്മ ചെയ്യാം കേട്ടാ. ആ അമ്മ, പിന്നെ ഏട്ടന് ഓടാൻ പോയിട്ട് വന്നില്ലല്ലോ? അവൻ വന്നിട്ടുണ്ട്, കുളിക്കുക തോന്നണു. മോള് പോയിട്ടേ നന്നായി ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആവാൻ നോക്ക്. ആ അമ്മ. അല്ലാത്തൊരു കുട്ടി തന്നെ. വന്ന പാടെ ഞാൻ എന്താ അമ്മായിമ്മ എടുക്കാൻ നിൽക്കുക. എവിടെ എന്താണ് അമ്മായിമ്മയും മരുമോളും തമ്മിൽ പുറകിൽ ഒരേ സംസാരമായിരുന്നല്ലോ. എന്തു പറയായിരുന്നു? ഒന്നുമില്ല, ഞങ്ങൾ ഓരോന്ന് സംസാരിക്കായിരുന്നോ. ഞാൻ അമ്മനെ കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആള് ഭയങ്കര കെയറിങ്ങാ. അല്ല, താനെന്താ വിചാരിച്ചത്? പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അവിടുന്ന് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറിയിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം അമ്മായിമ്മ പോരെടുക്കുന്ന അമ്മ ആള് പാവാടും. ആ, ഏകദേശം ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കാണാറുള്ളതല്ലേ, അമ്മായിമ്മ പറഞ്ഞാൽ ഭയങ്കര ടെററായിരിക്കും. ഈ മരുമക്കൾ വന്ന് ഇവിടുത്തെ അടിമം പണിയൊക്കെ ചെയ്ത്
അങ്ങനെയൊക്കെയാ വിചാരിച്ചത്. പക്ഷെ അമ്മ ജോലിക്ക് പോകുന്നു പറയണു, ഇവിടുത്തെ പണികളൊക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. എന്തായാലും അമ്മ അടിപൊളിയാട്ടോ. എന്തായാലും വന്നപ്പോൾ ആ ടെൻഷനൊക്കെ പോയില്ലേ? നീ സ്വന്തം വീട് വരെ കണ്ടാൽ കേട്ടോ. അല്ലേ, എത്ര മണിക്ക് ഇറങ്ങുന്നേ? എനിക്ക് 10 മണിക്ക് കയറിയ പോരെ, ഇവിടുന്ന് അടുത്തല്ലേ ഏട്ടാ. എന്തായാലും ഒരു 9:45 ഇറങ്ങാം. ആ സമയത്ത് ബസ് ഉണ്ടാവോ? ഇവിടുന്ന് ഓരോ 20 മിനിറ്റിലും ബസ് ഉണ്ടടാ. 9:30 തന്നെ, 9:50 കേട്ടോ ബസ്. നീ കറക്റ്റ് ഇറങ്ങിയാൽ മതി, ഇവിടെ 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. എനിക്ക് 9:15 ആകുമ്പോഴേക്കും തുറക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. അപ്പം അത്രയും നേരത്തെ നീ അവിടെ പോയി നിൽക്കണ്ടല്ലോ. അത് സാരില്ല, ഇവിടുന്ന് ബസ് ഉണ്ടല്ലോ. പിന്നെ പോകാനും വരാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിലായിരിക്കുന്ന സമയത്തെ 1/2 മണിക്കൂർ ഉണ്ടായിരുന്നു ജോലി സ്ഥലത്തേക്ക്. അപ്പോഴൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ വേഗം പോയിട്ട് റെഡി ആകാം കേട്ടോ. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് കുറേ മൊബൈൽ ഷോപ്പ് വന്ന കാരണേ ഭയങ്കര കോമ്പറ്റീഷനാണ്. കറക്റ്റ് സമയത്ത് പറഞ്ഞില്ലെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം ആരും ഇല്ലടി മോളെ, രണ്ടാളും ജോലിക്ക് പോയതല്ലേ. അവളിപ്പോൾ തുടങ്ങിയിട്ട് 10-22 ദിവസമായി. പോകുന്നതിന് മുമ്പ് ആ കുട്ടി എല്ലാ പണിയും ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ രാത്രിത്തെ കാര്യമൊക്കെ അമ്മ നോക്കാ പറഞ്ഞു. എന്താടി, ഇത്രയും കാലം ഞാൻ അവിടുത്തെ പണിയൊക്കെ ഒറ്റയ്ക്കല്ലേ ചെയ്തത്. ആ കുട്ടി വന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അല്ല, നീ എന്തോ പോണെന്നൊക്കെ പറയണ കേട്ടല്ലോ, എന്താ അതിൻ്റെ കാര്യം? ആണോ? അപ്പോൾ കുഞ്ഞിനെ നോക്കാമല്ലോ അല്ലേ? അവൻ വിളിക്കുന്നുണ്ടാ? എന്നാൽ വെച്ചോ, പിന്നെ വിളിച്ചാൽ മതി. ആരാമ്മ? ശ്വേതയാണോ വിളിച്ചത്? എത്തിയോ? മോളെ, ശ്വേത വിളിച്ചായിരുന്നോ? അവളെന്തോ ജോലി നോക്കണമെന്ന് പറയുന്നത് കേട്ടില്ലേ? ഇപ്പം എന്തോ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ എന്തോ വർക്ക് കിട്ടിയിട്ടുണ്ട് അത്രേ. അതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, കുഞ്ഞിനെയും കൂടി അവൾക്ക് നോക്കാമല്ലോ. അതന്നെയാ അപ്പം അവളും വിളിച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് എന്തോ വാങ്ങിക്കണ്ടത്രേ. അല്ലേ മോളെ, അതിനൊക്കെ എത്ര പൈസയാവും? അതോരോ കമ്പനി അല്ലമ്മേ. എന്തായാലും ഒരു 70-80 ആ റേഞ്ചിൽ കിട്ടുമായിരിക്കും. എന്നാൽ പിന്നെ മോള് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് വാ. അമ്മതാ ചായ ഉണ്ടാക്കാൻ പോവായിരുന്നു. അയ്യോ അമ്മ, ചായ ഞാനും വരുമ്പോൾ കുടിച്ചു. ഇന്നൊരു പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ ഈവനിങ് സ്നാക്സും ചായയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, നീ വരട്ടെ വണ്ടല്ലേ ഞാൻ അത്രയും നേരം കാത്തിരുന്നത്. അപ്പോഴേ തലവേദന എടുത്തതാ. ഇനിയിപ്പോൾ 2 തവണ ചായ ഉണ്ടാക്കണ്ടാവന്നിട്ട് ഒരുമിച്ച് വന്ന് കുടിക്കാന്നൊക്കെ വിചാരിച്ചു. സാരില്ല, ഞാൻ അമ്മ ഉണ്ടാക്കി കുടിക്കുക. നീ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തോ. പിന്നെ രാത്രിക്ക് ചപ്പാത്തിയും കുറുമക്കറിയൊക്കെ അത് അമ്മ ഉണ്ടാക്കുക കേട്ടാ. അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കൊന്നും വേണ്ട, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാം. നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഏട്ടാ, കുറേ ആയിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കിട്ടുന്ന പൈസ മുഴുവൻ അമ്മൻ്റെ അടുത്താണോ കൊടുക്കുന്നത്? അത് എൻ്റെ കയ്യിൽ പൈസ വെച്ചാൽ ചിലവാകേ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ വാങ്ങിച്ചു തന്നിട്ടേ ബാക്കി പൈസ മുഴുവൻ അമ്മയിലാണ് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ അമ്മ തരും കേട്ടോ. അല്ല, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒന്നും എടുത്തിട്ടില്ലേ? അക്കൗണ്ടൊക്കെ ഉണ്ട്, അതിൽ കുറച്ച് ആദ്യം പൈസ കിട്ടായിരുന്നേ. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ATM ചാർജ്, മെസ്സേജ് അയക്കുന്ന ചാർജ്, സർവീസ് ചാർജ് പറഞ്ഞിട്ട് പൈസ പിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അമ്മേനെ പറഞ്ഞപ്പോൾ അതിൽ തൊട്ടുണ്ട് എൻ്റെ തന്നാൽ മതി. ഇപ്പം ബാങ്കിൽ പൈസ ഒന്നുമില്ല. അല്ല, അപ്പോൾ ഈ വർക്കിന് കയറിയിട്ട് 4-5 വർഷമായിരുന്നല്ലേ അന്ന് പറഞ്ഞത്? അപ്പം വേറെ സേവിങ്സ് ഒന്നുമില്ല, എല്ലാ പൈസയും അമ്മൻ്റെ അടുത്താണ് കൊടുക്കുന്നത്? അന്ന് അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചോന്നേ ഉള്ളൂ. ഇത്രയും കാലം ഏട്ടന് വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല, അപ്പം എല്ലാ പൈസയും അമ്മേൻ്റെ കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ലല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാവില്ലേ? ആ ഒരു സമയത്തൊക്കെ പോയിട്ട് അമ്മയുടെ അടുത്ത് പൈസ വയ്ക്കാൻ പറ്റുമോ? ഏട്ടന് ഇനിയെങ്കിലും സ്വന്തമായിട്ട് കിട്ടുന്ന പൈസ സേവ് ചെയ്തൂടെ? അല്ല, ഈ കാര്യം ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു. പിന്നെ ഇത്രയും കാലം അമ്മേലേക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് ബാങ്കിലേക്ക് മാറ്റി പറയുമ്പോഴേ അത് ചിലപ്പോൾ അമ്മയ്ക്കൊരു വിഷമം ഭയങ്കര പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എനിക്കത് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞാൽ നീ വന്നിട്ട് അത് എന്നെ മാറ്റിയെന്ന് വിചാരിക്കില്ലേ? വെറുതെ എന്തിനാ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചാ. ഏട്ടൻ അങ്ങനെയൊന്നും വിചാരിച്ച് ചോദിക്കാതിരിക്കണ്ട. എന്തായാലും കുടുംബം നോക്കുന്നത് ഏട്ടൻ തന്നെയാണല്ലോ. ആ പൈസ അമ്മൻ്റെ ഇരുന്നാലും ഏട്ടൻ്റെ ഇരുന്നാലും അത് ഒരേപോലെ തന്നെയല്ലേ? അല്ലപ്പോൾ താൻ എന്താ പറഞ്ഞു വരുന്നത്? ഇനി മുതൽ അമ്മൻ്റെ പൈസ കൊടുക്കണോ? അമ്മൻ്റെ അടുത്ത് തീരെ പൈസ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ രാവിലെ തൊട്ട് അധ്വാനിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണെന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ ആ പൈസ മുഴുവനും എന്തിനാണ് കൊടുക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പൈസ മാത്രം
കൊടുത്താ പോരെ? എടോ പൈസ ആരുടെ വെച്ചാൽ എന്താ, എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ വെച്ചാലായിരിക്കും ചിലപ്പോൾ കൂടുതൽ ചിലവാകാം. അമ്മ പിന്നെ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ അല്ലേ. ഇത്രയും കാലം കൊടുത്ത പൈസയൊക്കെ നന്നായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ ചോദിച്ചാൽ തരുമല്ലോ. 500 1000 ഏട്ടൻ ചോദിക്കുമ്പോൾ അമ്മ എടുത്ത് തരുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ആ മൊബൈൽ ഷോപ്പിൽ ഒരു വർക്കറായിട്ടല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏട്ടന് അത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്, നല്ല സ്കില്ലൊക്കെ ഇല്ലേ. അപ്പം ഇപ്പം 1500 2000 അടുത്ത് ഒരു ദിവസം കൂലിയുണ്ട്. എന്തായാലും ഒരു മാസം 40,000 50,000 അടുത്ത് ഏട്ടൻ സമ്പാദിക്കുന്നില്ലേ. 5-6 വർഷമായിട്ട് ആ പൈസയൊക്കെ ഒന്ന് കൂട്ടി വെച്ചതാണെങ്കിലോ ഏട്ടനിപ്പം ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ? ഈ ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. ഇല്ല, നീ പറഞ്ഞ പോലെ ഈ മൊബൈൽ എവിടെ നിന്ന് എടുക്കുക, അതെങ്ങനെ സർവീസ് ചെയ്യുക, കസ്റ്റമറോട് എങ്ങനെ ഡീൽ ചെയ്യുക, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ സ്വന്തമായി തുടങ്ങുന്നതും ഷോപ്പിൽ നിൽക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നിട്ട് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാ. അമ്മോ, അതെന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും അറിയുന്ന ഒരാൾക്ക് ബിസിനസ് തുടങ്ങിയാലേ എന്തായാലും അതിൽ വിജയിക്കാൻ പറ്റും. ഏട്ടൻ പിന്നെ കുറേ ആൾക്കാരായിട്ട് പരിചയമൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയൊരു മൊബൈൽ ഷോപ്പ് ഇടാം. ഇനിയിപ്പം വർക്കറായിട്ട് നിൽക്കണ്ടല്ലോ, മുതലാളി ആവാമല്ലോ. ഏട്ടൻ അതിനുള്ള പൈസയെ ജസ്റ്റ് അമ്മൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് വരില്ലേ. ഇതൊക്കെ ഒരുപാട് തലവേദന പിടിച്ച പണിയാ. ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല നോന്നൊക്കെ പറഞ്ഞ് മാറി നിന്നാലേ എവിടെ എത്തിപ്പെടാൻ പറ്റില്ല ഏട്ടാ. ജീവിതത്തിൽ നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുത്താലേ വിജയിക്കാൻ പറ്റുള്ളൂ. ഏട്ടൻ എന്തായാലും നല്ല കഴിവൊക്കെ ഇല്ലേ, എന്തായാലും ഒന്ന് തുടങ്ങ്. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും കൂടി ഇല്ലേ. പിന്നെ ഇപ്പോൾ നമുക്കൊരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലവുകൾ കൂടേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. തുടങ്ങാല്ലേ? എന്തായാലും ഞാനേ അമ്മയുടെ അടുത്ത് ചോദിച്ചോട്ടെ. പെട്ടെന്ന് 3-4 ലക്ഷം വേണം പറഞ്ഞാൽ ഞാൻ എവിടുന്ന് എടുത്തു തരാനാടാ? എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 വർഷമായില്ലേ. എല്ലാ പൈസ അമ്മനല്ലേ തന്നത്. ഇപ്പം ഇല്ല പറഞ്ഞാലോ? എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടെങ്കിലേ ഞാനത് അനങ്ങാണ്ട് വെച്ചിട്ടൊന്നുമില്ല. ഒരു കുടുംബം ആകുമ്പോൾ പല ചിലവുകളും ഉണ്ടാകില്ലേ, അതിനൊക്കെ എടുത്തത് ഞാൻ തന്നെയാ. എന്ത് ചിലവമ്മേ? ഞാൻ എല്ലാ ദിവസവും സാധനം വാങ്ങിക്കൊണ്ടിരുന്നുണ്ടല്ലോ. അതും കഴിഞ്ഞിട്ടുള്ള പൈസ ഇല്ല അമ്മനെ എഴുതി തരുന്നത്. എന്നിട്ടും പൈസ ഇല്ല പറഞ്ഞാൽ ഇത് അമ്മ എന്താക്കിയതാ? കുറച്ച് സാധനങ്ങളും പച്ചക്കറിയൊക്കെ ആയ ഒരു കുടുംബത്തിൽ ചിലവായടാ. കല്യാണം കാതുകൂത്ത് വേണ്ടേ ഒരു ലോഡ് പരിപാടികൾ എപ്പോഴും ഉള്ളത്, ആഴ്ചയ്ക്ക്. അതിനൊക്കെ ഞാനല്ലേ കൊടുക്കുന്നത്. ഇനി ഈ വീടിൻ്റെ ലോൺ അടയ്ക്കണ്ടേ? അല്ല, അതിൻ്റെ പെങ്ങളുടെ കല്യാണവും പ്രസവമൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞത്? എല്ലാത്തിനുള്ള പൈസ അമ്മയല്ലേ എടുത്തത്. പെങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനൊക്കെ വേറെ ആളുടെ പൈസ കടം മേടിച്ചാമേ, അതൊക്കെ ഞാൻ കൊടുത്ത് തീർത്തു തന്നെയല്ലേ. അമ്മേൻ്റെ ഒന്നുമില്ലെങ്കിൽ 1 ലക്ഷം തൽക്കാലം തന്നമേ. ഈ ചെക്കനത് എന്തിൻ്റെ കേടാ? കുറെ നേരം ഈ ലക്ഷങ്ങളുടെ കണക്കല്ലാണ്ട് നിനക്ക് വേറൊന്നും പറയാനില്ല. എടാ, എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ തന്നിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ പറഞ്ഞു നടക്കും ഞാൻ. അല്ല, അമ്മൻ്റെ അടുത്ത് ഇപ്പം എത്രയുണ്ട്? കഴിഞ്ഞ മാസം സാലറി തന്നല്ലേ, തൽക്കാലം അതങ്ങ് തിരിച്ചു തന്നേ. എടാ, കഴിഞ്ഞ മാസം നീ എത്ര തന്ന്? 42,000. അത് ഞാൻ ശ്വേതയ്ക്ക് ഒരു 40,000 ലാപ്ടോപ്പ് വേണം പറഞ്ഞപ്പം അവൾക്കെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 2,000 ഞാൻ ആ കറണ്ട് ബില്ലും വാട്ടർ ബില്ലൊക്കെ അടയ്ക്കുകയും ചെയ്തു. അമ്മ ആദ്യം എന്നോട് എന്താ പറഞ്ഞു? ബാങ്കിൽ പൈസ കിട്ടണ്ട, അവരെ ഓരോ ആവശ്യം പറഞ്ഞിട്ട് എന്തൊക്കെയോ പിടിക്കും. അമ്മനയിൽ തന്നാൽ മതി, 1 രൂപ പോലും ചിലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കാന്നല്ലേ. എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അമ്മ ഇത്രയും കാലം എനിക്ക് വലിയ ചിലവില്ലായിരുന്നു. ഇനി അതുപോലെയല്ലല്ലോ, കല്യാണം കഴിഞ്ഞല്ലേ, എനിക്ക് എത്ര ആവശ്യങ്ങളുണ്ട്. എന്താടാ നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം? അവള് വന്ന പാടെ നിന്നെ മാറ്റാനുള്ള ശ്രമത്തില്ല. അപ്പോൾ പറഞ്ഞു തന്നിട്ടായിരിക്കില്ലേ നീ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നത്? അവള് പറഞ്ഞു തന്നിട്ടൊന്നുമല്ലമ്മേ. എനിക്കറിയാമായിരുന്നു അമ്മ ഇങ്ങനെ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര ദിവസം ചോദിക്കാണ്ടിരുന്നത്. അമ്മ ഇത്ര ദിവസം ഞാനൊരു മൊബൈൽ ഷോപ്പിൽ പണിക്കാനായിട്ടല്ലേ നിന്നത്. അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അവർ പുതിയ ഷോപ്പ് ഇടാൻ വിചാരിച്ചാൽ അതിനാണ് പൈസ ചോദിച്ചത്. ഇതിപ്പോൾ ഒന്നുമില്ല പറഞ്ഞ് ഞാൻ എന്താക്കാനാ? വിഷയം വരിക. ചെക്കൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോണത്? ഇനിയിപ്പം പെണ്ണ് മാറ്റിയതാണോ? അവിടെ അങ്ങനത്തെ ആളൊന്നും അല്ല. ഇപ്പം എന്താ ഏട്ടാ, അമ്മയുടെ അടുത്ത് പൈസ ഉണ്ടോ? ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ? അമ്മ അത്രയും വിശ്വസിച്ചിട്ടാണ് പൈസ കൊടുത്തത്. 1 രൂപ പോലും ഞാൻ അനാവശ്യമായിട്ട് ചിലവാക്കില്ലടോ. ഇതിപ്പോൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല പറഞ്ഞപ്പോൾ.
ഏട്ടൻ ഇനിയിപ്പോൾ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ പൈസ എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. ബാങ്കിലിട്ട് അത്ര വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല ഏട്ടാ. സർവീസ് ചാർജ് കൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ടല്ലേ പിടിക്കുള്ളൂ. എന്തായാലും 40,000-40,000 രൂപ മാസം സമ്പാദിക്കുന്നുണ്ട്. ചിലവിനുള്ള പൈസ എടുത്തിട്ടേ ബാക്കി ഒരു 30,000 എല്ലാ മാസം അതിൽ അക്കൗണ്ടിൽ ഇടാൻ നോക്ക്. ഇനിയിപ്പം എൻ്റെ സ്വർണ്ണം എടുത്തിട്ട് തൽക്കാലം നമുക്ക് ബിസിനസ് തുടങ്ങാം. എന്തെങ്കിലും ചെയ്യണം. കൂടെ ദേഷ്യം പിടിക്കുന്നു. എന്നെ പുറത്തു വിട്ടോ. അമ്മ ആള് കൊള്ളാലോ. ഇത്രയും കാലം മകനെ പറ്റിച്ച് ഉള്ള പൈസ മുഴുവൻ കൈക്കലാക്കി. ഇപ്പൊ ചോദിക്കുമ്പോൾ ഒരു രൂപ പോലും കയ്യിലില്ലാന്ന്. വെറുതെ അല്ല പഠിച്ച മരുമകൾ വേണം ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞത്. എൻ്റെ ശമ്പളം വാങ്ങിച്ചെടുക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ സാലറി കിട്ടുമല്ലോ. ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്.